السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. ഏറെപ്രിയം നിറഞ്ഞ വിശ്വാസി സുഹൃത്തുക്കളെ, തൗഹീദിനാൽ ഹൃദയബന്ധം കോർത്തിണക്കപ്പെട്ട ആദർശ ബന്ധുക്കളെ, പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ ദിനരാത്രങ്ങളിൽ ആവേശത്തോടുകൂടി നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരുത്തൻ മുസ്ലിമാവണമെങ്കിൽ അവന്റെ നാവ് കൊണ്ടും കൽബ് കൊണ്ടും ഏറ്റവും അടിയുറച്ച് വിശ്വസിക്കേണ്ട ഷഹാദത്ത് എന്ന് പറയുന്ന ഉന്നതമായ പ്രഖ്യാപനം. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്ന ആളുകളുടെ മുഴുവനും അതാ മക്കയിൽ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും സുബായെയും എല്ലാം വിളിച്ചാരാധിച്ചിരുന്ന, അല്ലെങ്കിൽ ഇടയാളന്മാരാക്കി തങ്ങളുടെ അർത്ഥനകളിൽ അത്തരം സൃഷ്ടിജാലങ്ങളെ കൊണ്ടുവന്നിരുന്ന സമൂഹത്തിനോട് റസൂലുള്ളാഹി കൃത്യമായ രൂപത്തിൽ തൗഹീദിനെ കുറിച്ച്, റബ്ബിന്റെ വഹദാനിയത്തിനെ കുറിച്ച് വിശദീകരിക്കപ്പെട്ടപ്പോൾ ആ സമൂഹത്തിൽ വലിയ പരിവർത്തനം ഉണ്ടായി എന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന വിഷയമാണ്. ഒരു അറാബി ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് കടന്നു വന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, അല്ലയോ പ്രവാചകരെ, മുഹമ്മദ് നബിയെ, എനിക്ക് സ്വർഗത്തിൽ പോകണം, പക്ഷേ എനിക്കൊരുപാട് കർമ്മങ്ങളൊന്നും ചെയ്യാൻ വയ്യ, എനിക്കൊരുപാട് നോമ്പ് വിൽക്കാൻ വയ്യ, നിസ്കരിക്കാൻ വയ്യ, ഒരുപാട് കർമ്മം എന്നെ കൊണ്ട് പറ്റൂല, പക്ഷെ എനിക്ക് സ്വർഗത്തിൽ പോകണം. റസൂലുള്ളാഹി പുഞ്ചിരിച്ച മുഖവുമായി ആ മനുഷ്യനോട് പറഞ്ഞു, ഒരു ദിവസം 5 വക്ത് നേരം നിസ്കരിക്കാൻ എന്നെ കൊണ്ട് പറ്റും. ആ മനുഷ്യൻ അല്പം ചിന്തിച്ച്, ഗ്രാമീണനായ ദരിദ്രനായ ഒരു മനുഷ്യനാണ്, അയാൾ അല്പം ചിന്തിച്ച് റസൂലിനോട് പറഞ്ഞു, ഒരു ദിവസം 5 വക്ത് നേരം നിസ്കരിച്ചാൽ പോലെ, കുഴപ്പമൊന്നുമില്ല, നിസ്കരിച്ചോളാം. എന്നിട്ട് ഈ മനുഷ്യൻ വീണ്ടും റസൂലുള്ളാഹിനോട് തിരിച്ചു ചോദിക്കുകയാണ്, ഈ നമസ്കാരം അല്ലാതെ വേറെ എന്തെങ്കിലും നമസ്കാരം ഞാൻ നിസ്കരിക്കേണ്ടതുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞു, വേറെയും ഒരുപാട് നമസ്കാരങ്ങളുണ്ട്, അതിനൊരുപാട് ശ്രദ്ധയുണ്ട്, പുണ്യുണ്ട്, എന്നാൽ സുന്നത്താണ്, ഐച്ഛികകർമ്മമാണ്, വേണമെങ്കിൽ ചെയ്യാതിരിക്കാം. റസൂലുള്ളാഹി പറഞ്ഞ പാടെ ഈ മനുഷ്യൻ തിരിച്ച് റസൂലുള്ളാഹിക്കുള്ള മറുപടി, ഞാൻ ഒരു സുന്നത്ത് നിസ്കാരം നിസ്കരിക്കൂല, ഒരു സുന്നത്തും ഞാൻ നിസ്കരിക്കൂല. റസൂൽ വീണ്ടും പുഞ്ചിരിച്ചു. എന്നിട്ട് വീണ്ടും ഈ മനുഷ്യന്റെ അടുത്ത ചോദ്യം, ഇതല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും കർമ്മം ചെയ്യേണ്ടതുണ്ടോ സ്വർഗത്ത് പോകാൻ? റസൂലുള്ളാഹി പറഞ്ഞു, ഒരു വർഷം 12 മാസം, അതിൽ ഒരു മാസം നോമ്പ് വിൽക്കണം, റമളാനിൽ ഒരു മാസം വ്രതാനുഷ്ഠാനം നിർവഹിക്കണം. ഈ മനുഷ്യൻ വീണ്ടും ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് ആദ്യം പറഞ്ഞ അതേ മറുപടി, കൊല്ലത്തിൽ ഒരു വട്ടം നോമ്പ് വെച്ചാൽ പോരെ, ഒരു മാസം നോമ്പ് വെച്ചാൽ പോരെ, നോമ്പ് ഞാൻ നോറ്റോളാം റസൂലേ, കുഴപ്പമൊന്നുമില്ല, നോറ്റോളാം. ഈ നോമ്പല്ലാതെ മറ്റേതെങ്കിലും ഒരു നോമ്പ് സ്വർഗത്ത് പോകാൻ ഞാൻ നോക്കണോ? റസൂൽ പറഞ്ഞു, വീണ്ടും ഒരുപാട് നോമ്പുകളുണ്ട്, അതിനൊരുപാട് പുണ്യുണ്ട്, ഫളായിലുണ്ട്, ശ്രദ്ധയുണ്ട്, പക്ഷെ സുന്നത്താണ്, വേണമെങ്കിൽ നോൽക്കാതിരിക്കാം. ആദ്യത്തെ അതേ മറുപടി വീണ്ടും ഈ മനുഷ്യൻ, ഒരു സുന്നത്ത് നോമ്പ് ഞാൻ നോൽക്കൂല, റമളാൻ മാസത്തിലെ നോമ്പല്ലാതെ ഒരു സുന്നത്ത് നോമ്പ് ഞാൻ നോൽക്കൂല. സുന്നത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ച, സുന്നത്തിന്റെ ശ്രേഷ്ഠത പഠിപ്പിച്ച, അതിന്റെ പുണ്യം എടുത്തു പറഞ്ഞ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഈ മനുഷ്യന്റെ സംസാരം. ഒരു സുന്നത്ത് നോമ്പ് ഞാൻ നോൽക്കൂല.
പിന്നീട് റസൂലുള്ള സക്കാത്തിനെ കുറിച്ച് ആ മനുഷ്യനോട് സംസാരിക്കുന്നില്ല. കാരണം വന്നത് ദരിദ്രനായ അറാബിയൻ. ഹജ്ജിനെ കുറിച്ചും അവിടെ സംസാരമില്ല. വന്ന മനുഷ്യൻ അവശനാണ്, വൃദ്ധനാണ്. ഇത് സംസാരിച്ച ശേഷം ഈ മനുഷ്യൻ തന്റെ വാഹനപ്പുറത്ത് കയറി തിരിച്ച് തന്റെ നാട്ടിലേക്കുള്ള യാത്രക്ക് വേണ്ടി വാഹനപ്പുറത്ത് കയറിയ മനുഷ്യൻ വീണ്ടും വാഹനം റസൂലുള്ളാഹിന്റെ നേരെ തിരിച്ച് ഈ മനുഷ്യൻ വീണ്ടും പറയാണ്, വല്ലാഹി, അല്ലാഹുവാണേ, ലാ അസീദു, ഞാൻ ഇതിൽ നിന്ന് ഒന്നും കൂട്ടൂല. നിങ്ങൾ ഈ പറഞ്ഞ ഈ പ്രവർത്തനം ഉണ്ടല്ലോ, 5 വക്ത് നേരത്തെ നിസ്കാരം, ആ നിസ്കാരം അല്ലാതെ എന്റെ ജീവിതത്തിൽ ഒരു സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കൂല. റമദാനിലെ നിർബന്ധിതമാക്കപ്പെട്ട നോമ്പല്ലാതെ ഒരു സുന്നത്ത് നോമ്പ് ഞാൻ നോക്കൂല. ലാ അസീദ്, ഒന്നും ഞാൻ കൂട്ടൂല. വലാ അൻഖുസ്, എന്നാൽ റസൂലെ താങ്കൾ പറഞ്ഞ ഇതിൽ നിന്ന് ഞാനൊന്നും കുറക്കുകയും ചെയ്യൂല. ഇത് പ്രഖ്യാപിച്ച ഈ മനുഷ്യൻ യാത്ര തുടരുകയാണ്. ആ മനുഷ്യനെ നോക്കി റസൂലുള്ളാഹി പറഞ്ഞു, അഫ്ലഹ് അഫ്ലഹ്, അവൻ വിജയിച്ചിരിക്കുന്നു. സ്വദ്ദഖ, അവൻ സത്യം ചെയ്തിരിക്കുന്നു, സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് റസൂൽ അവൾ ആ മനുഷ്യനെ നോക്കി പറയാം. അഥവാ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് വിജയിക്കാൻ നിർബന്ധിതമായ ആരാധനാകർമ്മങ്ങളാണ് ഏറ്റവും അടിസ്ഥാനപരമായത് എന്ന ചിന്ത റമദാനിലൂടെ കടന്നു പോകുമ്പോൾ ആത്മാർത്ഥമായി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം എന്നർത്ഥം. ഈ മനുഷ്യനോട് നമസ്കാരത്തെക്കുറിച്ചും നോമ്പിനെ കുറിച്ചും റസൂല് സൂചിപ്പിക്കാനുള്ള കാരണം, വന്ന മനുഷ്യൻ മുസ്ലിമായിരുന്നു, തൗഹീദിൽ വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ അദ്ദേഹം പൂർത്തിയാക്കിയതിനു ശേഷമാണ് പിന്നീട് കർമ്മങ്ങളെ കുറിച്ചുള്ള ചോദ്യം. തൗഹീദ് ഇല്ലാത്തൊരു മനുഷ്യനോട്, ആദർശമില്ലാത്തൊരു മനുഷ്യനോട് പിന്നെ നമസ്കാരത്തെ കുറിച്ചോ നോമ്പിനെ കുറിച്ചോ ഹജ്ജിനെ കുറിച്ചോ സക്കാത്തിനെ കുറിച്ചോ പറഞ്ഞതുകൊണ്ടൊരു കാര്യമില്ല. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർമ്മങ്ങൾ മുഴുവനും, വിശ്വാസിയാണോ ഒരുത്തന്റെ കർമ്മങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ അവന്റെ ആദർശം, റബ്ബിലുള്ള വിശ്വാസം, അത് കൃത്യമായ രൂപത്തിൽ, ശക്തമായ രൂപത്തിൽ അതിൽ അടിയുറച്ച് യഖീനാക്കാൻ ഓരോ വിശ്വാസിക്കും കഴിയേണ്ടതുണ്ട് എന്നതാണ്. ലോകത്ത് ഒരുപാട് പ്രവാചകന്മാർ 1.5 ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ ഭൂമി ലോകത്ത് നിയോഗിതരായി. വിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ 25 പ്രവാചകന്മാർ. ഈ പ്രവാചകന്മാരുടെ എല്ലാം പ്രബോധന ദൗത്യം കൃത്യമായ രൂപത്തിൽ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്തു. അവരെയെല്ലാം നിശ്ചയമായും തീർച്ചയായും അല്ലാഹു മാത്രമാണ് ആരാധ്യൻ, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല. അതുപോലെ തന്നെ തീർച്ചയായും അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാനല്ലാതെ ലോകത്ത് ഒരു പ്രവാചകനും വന്നിട്ടില്ല. അപ്പൊ പ്രവാചകന്മാരുടെ പ്രബോധന വിഷയം സാമൂഹികമായ ഉന്നമനത്തിന് വേണ്ടി, സമ്പത്ത്, നിങ്ങൾ കുറെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല റസൂൽ വന്നത്, പ്രവാചകന്മാർ വന്നത്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം പുഷ്ടിപ്പെടുത്തണം, കുടുംബജീവിതത്തെ ഒന്ന് വിശാലാക്കണം എന്ന് പറയാൻ വേണ്ടിയല്ല ഒരു പ്രവാചകനും വന്നത്. എല്ലാ പ്രവാചകന്മാരുടെയും ഒന്നാമത്തെ ദൗത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നു. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന ശക്തമായ പ്രഖ്യാപനമായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ, സൂക്തങ്ങളിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോ ഒരുപാട് പരാമർശങ്ങൾ, റബ്ബിന്റെ വഹദാനിയത്തിനെ കുറിച്ച് ഒരുപാട് പരാമർശങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. കുൽ, പ്രവാചകരെ നിങ്ങൾ പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്, അല്ലാഹു ഏകനാണ്. ആ ഒരുവനായ ഏകനായ അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് റസൂൽ പഠിപ്പിച്ചു. ഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങളുടെ സൃഷ്ടാവ് അവൻ ഏകനാണ്, ഒരുവനാണ്. ഇലാഹുക്കും ഇലാഹു വാഹിദ് എന്ന ഒരൊറ്റ പ്രയോഗം വിശുദ്ധ ഖുർആനിന്റെ 7ഓളം ഭാഗങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറഞ്ഞത്. ഒരേ പദത്തിൽ, ഒരേ ആശയം 7ഓളം ഭാഗങ്ങളിൽ അല്ലാഹു ഒരുവനാണ്, ഒരുവനാണ്, ഒരുവനാണ് എന്ന് 7 തവണ ആവർത്തിച്ച് പറയുന്നതിന് തുല്യമായി ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ വിഷയം പഠിപ്പിച്ചെന്നുള്ളതാണ്. ഇനി ഇത് കേവലം വിശുദ്ധ ഖുർആനിൽ മാത്രമാണോ? അല്ല. ലോകത്ത് ഇന്ന് മതവേദഗ്രന്ഥങ്ങളായി പരിചയപ്പെടുത്തുന്ന വേദഗ്രന്ഥങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നു ചെന്നാൽ ഈ രൂപത്തിൽ വഹദാനിയത്തിന്റെ, തൗഹീദിന്റെ ഒരുപാട് പരാമർശങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഉദാഹരണത്തിന് ബൈബിളിൽ ആവർത്തന പുസ്തകത്തിൽ കാണാം, യഹോവ അവൻ ഏകനാകുന്നു, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. യഹോവ എന്ന പദത്തിനെ, ഹിബ്രു ഭാഷയിലുള്ള പദത്തിനെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അള്ളാഹു എന്നാണ് അർത്ഥം. ഇംഗ്ലീഷിലേക്കാക്കിയാൽ ഗോഡ് എന്നാണ് അർത്ഥം. എന്താണോ ദൈവത്തിന് ഏതു പേരിട്ട് വിളിച്ചാലും
ആ ഏകനായ ഒരുവനായ ദൈവത്തെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് നമ്മുടെ നാട്ടിലെ ക്രൈസ്തവരുടെ വേദഗ്രന്ഥം പറയാൻ. മാത്രമല്ല, നമ്മൾ സാധാരണ ഈ ശബരിമലയുടെ സീസണായാൽ ചില അമ്പലങ്ങളിൽ നിന്ന് നമ്മൾ അഖണ്ഡനാമയജ്ഞം എന്ന പേരിൽ ഒരു സംഗമം കേൾക്കാറുണ്ട്. അയ്യപ്പ ഭക്തന്മാർ രാവിലെ അവ്വൽ സുബഹ മുതൽ രാത്രി വരെ ഒരു ശ്ലോകം ഇങ്ങനെ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കും. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാപാപോ ശാസ്ത്രേ തുഭ്യം നമോ നമ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര, മുഴുവൻ പ്രപഞ്ചത്തെയും, പ്രപഞ്ചം എന്ന് പറയുന്ന അണ്ടകടാഹത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഭൂതൻ ദൈവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാപാപോ ശാസ്ത്രേ തുഭ്യം നമോ നമ. ആ ഭൂതനിലാണ്, ആ ദൈവത്തിലാണ്, ആ ഏകനായ സൃഷ്ടാവിലാണ് മുഴുവൻ രക്ഷയും സമാധാനവും എന്ന് പുരാണങ്ങളടക്കം ശ്ലോകങ്ങളിലൂടെ അടക്കം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. നതസ്യ പ്രതിമ അസ്തി, ദൈവത്തിന് പ്രതിമയില്ല. പ്രതിമയില്ലാത്ത, രൂപമില്ലാത്ത, ചിത്രമില്ലാത്ത, നിങ്ങളുടെ ചിന്ത കൊണ്ട്, ആലോചന കൊണ്ട്, പഠനങ്ങൾ കൊണ്ട്, നിരീക്ഷണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ആ സൃഷ്ടാവിനെ, ചിത്രമില്ലാത്ത ആ ദൈവത്തെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന് ഇതര മതവേദഗ്രന്ഥങ്ങളെല്ലാം കൃത്യമായ രൂപത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ വളരെ ശക്തമായ രൂപത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെ, അന്തിമ പ്രവാചകൻ ഖാത്തമുൻ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ഈ ശക്തമായ ആദർശം വ്യക്തമായ രൂപത്തിൽ സമൂഹത്തിൽ കൃത്യമായി പ്രവാചകന്മാർ കൃത്യമായ രൂപത്തിൽ പ്രചരിപ്പിച്ചു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ വിഗ്രഹാരാധന തുടങ്ങിയത് മുതൽ വളരെ ശക്തമായ രൂപത്തിൽ പ്രവാചകന്മാർ ഇത് സർവണം പോലെ ഈ ഉമ്മത്തിനെ ശക്തമായ രൂപത്തിൽ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ കടന്നു വരുമ്പോ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ തൗഹീദിന്റെ വിഷയത്തിൽ, ആദർശത്തിന്റെ വിഷയത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട് സ്വീകരിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് എന്നർത്ഥം. ഇതര സമൂഹങ്ങളിലെല്ലാം ഈ രൂപത്തിൽ അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്ന വിഷയം മുൻകഴിഞ്ഞ പ്രവാചകന്മാരെല്ലാം പ്രബോധനം നടത്തിയിട്ട് ആ സമൂഹങ്ങളെല്ലാം ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വളർന്നു വന്നു. ഇന്ന് അതേ രൂപത്തിൽ മുസ്ലിം ഉമ്മത്തിനിടയിലും ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറം ഈ അടുത്താണല്ലോ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ കേട്ടു മറന്നിട്ടില്ല. ഒരു സമാധിക്കഥ ലോകം മുഴുവനും ചർച്ച ചെയ്തു. മലയാളികളെ തന്നെ മുഴുവൻ നാണം കെടുത്തുന്ന രൂപത്തിലേക്ക് അതിന്റെ ചർച്ചകൾ വഴിമാറിപ്പോയി. അവരുടെ ഹൈന്ദവരുമായി ബന്ധപ്പെട്ട വിശ്വാസം അതെന്തോ ആയിക്കൊള്ളട്ടെ. എന്നാൽ മുസ്ലിം ഉമ്മത്തിനിടയിൽ, കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ഉമ്മത്തിനിടയിൽ പാരമ്പര്യ മുസ്ലിമീങ്ങളാണ് എന്ന് സ്വന്തമായി അവകാശപ്പെടുന്ന, സ്വന്തമായി തന്നെ സുന്നികൾ എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന അത്തരം ആളുകൾക്ക് കണ്ണൂർ ടൗണിൽ ഒരു ജാറം, ഹയാത്തുൽ മുഅ്മിനീൻ എന്നാണ് ആ ജാറത്തിലെ വലിയന്റെ പേര്. ഹയാത്തുൽ മുഅ്മിനീൻ യമനിൽ നിന്നോ ഹദറമൗത്തിൽ നിന്ന് വന്ന ഒരാളാണ് എന്നാണ് പരിചയപ്പെടുത്തുന്നത്. ഈ മനുഷ്യൻ കണ്ണൂരിൽ വന്ന് തന്റെ മുരീദന്മാരെ കൂട്ടി കണ്ണൂർ ടൗണിനടുത്ത് ഒരു പ്രദേശത്ത് പോയി ഒരു കബർ കളച്ച് ആ കബറിലേക്ക് ഖുർആനുമായി അതിലിറങ്ങിയിരുന്ന് തന്റെ കൂടെയുള്ള മുരീദന്മാരോട് നിങ്ങൾ കബർ മൂടണം, എന്നിട്ട് 40 ദിവസത്തിന് ശേഷം തുറക്കണം എന്ന് ആവശ്യപ്പെടുകയും ഈ മനുഷ്യൻ അതിന്റെ ഉള്ളിൽ ഇറങ്ങിയിരുന്ന് ഈ പറയുന്ന കൂടെയുള്ള മുരീദന്മാർ അത് മൂടുകയും 40 ദിവസത്തിന് ശേഷം തുറന്നു നോക്കുകയും ചെയ്തപ്പോ ആ ഇറങ്ങിയിരുന്ന ആ മനുഷ്യൻ, ഹയാത്തുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഖുർആൻ ഓതി ഖബറിന്റെ ഉള്ളിൽ ഇരിക്കുകയായിരുന്നു എന്ന ജാറത്തിന്റെ സമാധിക്കഥയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ രൂപത്തിൽ അന്ധവിശ്വാസങ്ങൾക്ക്, അനാചാരങ്ങൾക്ക് സജീവമായ മാർക്കറ്റുള്ള ഒരു കാലഘട്ടത്തിൽ, ഒരു സമൂഹത്തിനിടയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ശക്തമായ രൂപത്തിൽ മാത്രമല്ല, നമ്മൾ ഈ അടുത്ത് പല ഉറൂസിന്റെയും നേർച്ചകളുടെയും അതുപോലെ തന്നെ ചില വാർഷികങ്ങളുടെയും വാർത്തകൾ നമ്മൾ കേട്ടു മറന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ യാഹൂത്തങ്ങൾ എന്ന പേരിൽ പുതിയങ്ങാടിയിൽ ജീലാനി അബ്ദുൽ ഖാദർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബ്ദുൽ ഖാദർ എന്ന മനുഷ്യൻ പിന്നെ എങ്ങനെയാണ് യാഹൂത്തങ്ങളായത് എന്ന് ചർച്ച ചെയ്താൽ, അങ്ങനെ പരിശോധിച്ചാൽ, ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം ചൊല്ലിയിരുന്ന ദിക്ർ യാഹു എന്ന ദിക്റാണ് പോലും. ചൊല്ലിയിരുന്ന ദിക്ർ യാഹു എന്നാണ്. അങ്ങനെ ഇപ്പൊ അങ്ങനെ പലത്, ചില ദിക്റുകളൊക്കെ വലിയ ദിക്റായിരിക്കും, അതിനെ ഷോർട്ട് ഫോം ആക്കി ചില 2 പദങ്ങൾ ഒതുക്കുക, എന്നിട്ട് പിന്നെ അത് ദിക്റില്ല. അത് കറാമത്താണ്, പ്രത്യേക കറാമത്താണ്. ഒരു മുസ്ലിയാർപ്പെടുത്ത് പ്രസംഗിച്ചത് AP എന്ന് എഴുതിയാൽ അതിന്റെ ഫുൾ ഫോം അന്ത്യപ്രവാചകൻ
എന്ന് പ്രസംഗിച്ചൊരു മുസ്ലിയാരുള്ള കാലഘട്ടത്തിൽ നമ്മളുള്ളത്. അപ്പോ ഈ മനുഷ്യൻ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ യാഹു എന്ന ദിക്റ് ചൊല്ലിയ കാരണത്താൽ അദ്ദേഹം യാഹു തങ്ങളായി ഈ കാലഘട്ടത്തിൽ. മാത്രമല്ല അതിലെ ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തുന്ന വിഷയം, ഈ മനുഷ്യന് 2 ജാറാണ്. മലപ്പുറം ജില്ലയിൽ തിരൂർ പ്രദേശത്ത് തന്നെ 2 ജാറം, ഒരു തടിക്ക് 2 ജാറം, 2 ജാറം, രണ്ടിലും ഉറൂസ്, രണ്ടിലും നേർച്ച, രണ്ടിലും വഴിപാട്, രണ്ടിലും വലിയ ഉത്സവങ്ങൾ, ദീനിനെ വിറ്റ് കാശാക്കുന്ന പുരോഹിതന്മാരുടെ അതിപ്രസരത്തെ നമ്മൾ കാണുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ മാത്രമേ അങ്ങനെ ഒരു 2 ജാറുള്ള പരിപാടി ഉള്ളൂ എന്നാണ്. ഈ അടുത്ത റമദാനിന് തൊട്ടു മുമ്പ് എറണാകുളം ജില്ലയിൽ ആലുവയിൽ തുരുത്ത് എന്ന് പറയുന്ന പ്രദേശം, അവിടെ അടുത്താണ് കാഞ്ഞിരമറ്റം. കാഞ്ഞിരമറ്റത്ത് ഫരീദുള്ള എന്ന ഒരു ഔലിയ, അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചപ്പോ 3 ജാറാണ്, 3 ജാറം. എറണാകുളം ജില്ലയിൽ കാഞ്ഞിരമറ്റത്തൊരു ജാറം, കോട്ടയത്ത് ഈരാറ്റുപേട്ടയിൽ ഒരു ജാറം, ഇടുക്കിയിൽ ഒരു ജാറം, 3 ജാറം, ഒറ്റ തടിക്ക് 3 ജാറം. 3 സ്ഥലത്ത് ഈ മനുഷ്യനുണ്ടെന്ന് പറയപ്പെടുന്നത്. ഈ രൂപത്തിൽ നമുക്കൊരിക്കലും ചിന്തിക്കാനോ സങ്കല്പിക്കാനോ കഴിയാത്തതിനപ്പുറത്ത്, നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് പല രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, കറാമത്തിന്റെ പേരിൽ, വിലായത്തിന്റെ പേരിൽ. ഒരിക്കല് ഒരു ഉമ്മാനോട് ഒരാൾ പറഞ്ഞു, ഏറ്റവും വലിയ ഔലിയ എന്ന് പറഞ്ഞാൽ അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഉമ്മ പറഞ്ഞു, ഞാൻ സമ്മതിക്കൂല, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഔലിയ ഇല്ല, ഞാൻ സമ്മതിക്കൂല. ഇയാൾ കൊണ്ടും പറഞ്ഞു, റസൂല് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ അബൂബക്കറാണ്, അബൂബക്കറാണ് ഏറ്റവും വലിയ ഔലിയ. ഉമ്മ കൊണ്ടും പറഞ്ഞു, ഇല്ല, ഞാൻ സമ്മതിക്കൂല, അബൂബക്കറിനെ എനിക്ക് അങ്ങനെ കാണാൻ പറ്റൂല. കാരണം അദ്ദേഹം നല്ല മനുഷ്യനാണ്, നിസ്കരിക്കുന്ന മനുഷ്യനാണ്, നന്നായിട്ട് നോമ്പ് വെച്ചിരുന്ന മനുഷ്യനാണ്, റസൂലുള്ളാഹിന്റെ കൂടെ നടന്നിരുന്ന നല്ല വൃത്തിയും വെടിപ്പുള്ള നല്ല മനുഷ്യനാണ്. ചരിത്രത്തിൽ ഞാൻ വായിച്ച അബൂബക്കർ അതാണ്. നമ്മുടെ നാട്ടിലെ ഔലിയ എന്ന് പറഞ്ഞാൽ കുളിക്കാത്ത, നനക്കാത്ത, നിസ്കരിക്കാത്ത, സ്വർണം ധരിക്കുന്ന, താടി മീശൊക്കെ പഠിച്ച് ക്ലീൻ ഷേവ് പഠിച്ച് നടക്കുന്ന ഔലിയാണ് ഞാൻ വലിയായി മനസ്സിലാക്കിയിട്ടുള്ളത്. അബൂബക്കറിനെ എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. ആ രൂപത്തിൽ ഒരാളുകൾ, സാധാരണക്കാർ മറുപടി പറയുന്ന അവസ്ഥയിലേക്ക് ഉയർന്നു പോയെങ്കിൽ വളരെ വലിയ തെറ്റിദ്ധാരണ മുസ്ലിം ഉമ്മത്തിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് തൗഹീദിന്റെ വിഷയത്തിൽ, ആദർശത്തിന്റെ വിഷയത്തിൽ, മാത്രമല്ല അള്ളാഹുവിന് മാത്രമുള്ള, റബ്ബിന് മാത്രമുള്ള കഴിവുകൾ. ഞാൻ പറഞ്ഞല്ലോ, ഒരു അഅറാബി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നപ്പോ ആ അഅറാബി റസൂലുള്ളാഹിൽ വിശ്വസിച്ചതോടുകൂടി, അഥവാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി താൻ ഇത്രകാലം വിശ്വസിച്ചിരുന്ന എല്ലാ മനുഷ്യരും, ലാത്ത എന്ന് പറയുന്നത് ശ്രേഷ്ഠരായ മനുഷ്യനായിരുന്നു. ജാഹിലിയത്തിൽ മക്കയിലേക്ക് വന്നിരുന്ന ആളുകൾക്ക്, ഹാജിമാർക്ക് പായസം വിളമ്പിയിരുന്ന, വെള്ളം കൊടുത്തിരുന്ന, സൗകര്യങ്ങൾ ഒരുക്കിയിരുന്ന ശ്രേഷ്ഠനായ മനുഷ്യനായിരുന്നു ലാത്ത. ഈ രൂപത്തിൽ ആ പഴയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ശ്രേഷ്ഠരായ മനുഷ്യരെ പിൽക്കാലഘട്ടത്തിലെ ആളുകൾ പല രൂപത്തിൽ, ആദ്യം പറഞ്ഞത് ഒരു പാറന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ യാത്ര കഴിഞ്ഞ് വന്നപ്പോ ലാത്ത മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ലാത്ത എവിടെയാണ് എന്ന് ചോദിച്ചപ്പോ ആളുകൾ പറഞ്ഞു മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മൂപ്പരൊരു പാറ കാണിച്ചു കൊടുത്തു. ലാത്ത മരിച്ചിട്ടില്ല, ആ പാറന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ആൾക്കാർക്ക് ഒരു സംശയം, ഈ പാറന്റെ ഉള്ളിലുണ്ടോ? ആദ്യത്തെ കുറച്ചു കാലം സംശയമായി. പിന്നെ ആളുകൾ അതിന്റെ മുമ്പിൽ പോയി ഇരിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ പിൽക്കാലഘട്ടത്തിൽ ഒരാൾ വന്നിട്ട് അതൊരു വിഗ്രഹ രൂപത്തിൽ, ലാത്തയുടെ രൂപത്തിൽ അതിൽ ചിത്രം കുത്തിവെച്ചു. പിൽക്കാലഘട്ടത്തിൽ വിഗ്രഹമായി മാറി. ഈ രൂപത്തിൽ തങ്ങൾ ഇന്നുവരെ ആരാധിച്ചിരുന്ന ആരാധ്യന്മാരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം റസൂലുള്ളാഹിയുടെ വായിൽ നിന്ന് കേട്ടതോടുകൂടി ആ സമൂഹം അന്നുവരെ കൊണ്ടു നടന്നിരുന്ന ഇടയാളന്മാരെ, ഇടയാള സങ്കല്പങ്ങളെ മുഴുവനും മാറ്റിവെച്ച് റസൂലുള്ളാഹിയിൽ പൂർണ്ണമായി വിശ്വസിച്ചു. പടച്ച റബ്ബ് ഏകനാണ്, ഒരുവനാണ്. അല്ലാഹുവിലേക്ക് അടുക്കാൻ തന്റെ നേർച്ചകൾ, വഴിപാടുകൾ, അർത്ഥനകളെല്ലാം റബ്ബിനോട് പറയാൻ മറ്റൊരു ഇടയാളിന്റെയും ആവശ്യമില്ല എന്ന് അവർ ഷഹാദത്ത് അംഗീകരിച്ചതോടുകൂടി അടിയുറച്ച് വിശ്വസിച്ചു. പിന്നീട് നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നവർ, ഷഹാദത്ത് ചൊല്ലുന്ന ആളുകൾ, വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകൾ, അവർ ഷഹാദത്ത് ചൊല്ലുന്നു. എന്നാൽ അന്ന് മക്കാ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്ന ഇടയാള സങ്കല്പങ്ങൾ എന്തൊക്കെയാണോ അതിന്ന് ഇവിടെ ചർച്ചയാകുന്നു. മക്ക അന്ന് അവരിൽ നിന്ന്, ജാഹിലിയത്തിൽ നിന്ന് മാറിയ അറബികൾക്ക് ആ രൂപത്തിലുള്ള ഒരു ചർച്ചക്കന്നെ അവിടെ പ്രസക്തി ഉണ്ടായിരുന്നില്ല. ഷഹാദത്ത് അംഗീകരിച്ചതോടുകൂടി പൂർണ്ണമായി അവർ ഇസ്ലാമിൽ വഴിപ്പെട്ടു വന്നു എന്ന് കാണാൻ കഴിയും. ഇപ്പൊ നമ്മൾ ലാത്തന്റെ കഥ അറിഞ്ഞപ്പോഴാണ് സാന്ദർഭികമായ ഒരു വിഷയം ഓർമ്മ വന്നത്. ഇതേ രൂപത്തിൽ ഒരു ജാറത്തിന്റെ കഥ കാട്ടിലങ്ങാടി എന്ന് പറയുന്ന പ്രദേശം, പുത്തനത്താണി അടുത്ത് കാട്ടിലങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്ത് ഇതേ രൂപത്തിൽ നമ്മൾ ലാത്തയുടെ കഥ പറഞ്ഞ പോലെ ലാത്ത മരണപ്പെട്ടപ്പോ ഒരു പാറന്റെ ഉള്ളിലുണ്ട് എന്നൊരു മനുഷ്യൻ പറഞ്ഞു. പിൽക്കാലഘട്ടത്തിൽ അത് വിഗ്രഹമായി മാറി. ആ പ്രദേശത്ത് ഇതേ രൂപത്തിൽ റമദാനിന് മുമ്പ് അവിടെ ഒരു ജാറം, അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ ഒരു പ്രോഗ്രാം നടന്നപ്പോ നമ്മുടെ അവിടുത്തെ പ്രവർത്തകർ അതിനെതിരെ വലിയൊരു തൗഹീദി പ്രഭാഷണം അവിടെ സംഘടിപ്പിച്ചു.
ആ ജാറത്തിന്റെ ചരിത്രം ഇങ്ങനെ പരിശോധിച്ചപ്പോ ഇതേ രൂപത്തിൽ ഒരു മനുഷ്യൻ, ഒരു ഹാജിയർ, ആ നാട്ടിൽ അറിയപ്പെട്ട ഒരു വ്യക്തി, ആ കുടുംബത്തിന് വലിയ രോഗമായിരുന്നു, രോഗം കൊണ്ട് പ്രയാസപ്പെട്ടിരുന്ന ഒരു കുടുംബം. അതിൽ ഇവർ കുടുംബസമേതം ആ നാട്ടിലെ ഒരു മഹാനെ ഇവർ ചെന്ന് കാണുന്നു. ആ മഹാൻ പറയുന്നു, നിങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറെ മൂലക്കുള്ള ഒരു ഭാഗം വളച്ചു കെട്ടണം, ഒന്ന് വളച്ചു കെട്ടി ഉയർത്തി കെട്ടണം, അത് കെട്ടി ഞങ്ങളെ രോഗമൊക്കെ മാറും. അങ്ങനെ മൂപ്പരെ പറമ്പിന്റെ ആ ഭാഗം വളച്ചു കെട്ടി. മൂപ്പര കാലം കഴിഞ്ഞു, സ്വത്ത് ഭാഗം മക്കളൊക്കെ കഴിഞ്ഞു. പക്ഷെ ആ വളച്ചു കെട്ടിയ, വാപ്പ വളച്ചു കെട്ടിയ ഭാഗം മക്കൾ ആരും എടുത്തില്ല. അനന്തരാവകാശികൾക്കൊന്നും ആ ഭാഗം വേണ്ട. അതങ്ങനെ അവിടെ നിന്നു. ആളുകൾ ഇങ്ങനെ ആ ഭാഗം സ്ഥിരമായി കാണുന്നുണ്ട്. അത് ഈ ഹാജിയർ വളച്ചു കെട്ടിയതാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയുകയും ചെയ്യാം. അങ്ങനെ കാലം കഴിഞ്ഞു പോയി. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആ നാട്ടിൽ ഹത്തീബായി വന്നിരുന്ന ഒരു കോയ മുസ്ലിയാർ അവിടെ വന്നുകൊണ്ട് 7 മീസാൻ കല്ല്, ആ ഉയർത്തിപ്പൊക്കിയ സ്ഥലത്ത് 7 മീസാൻ കല്ല് പൊട്ടിച്ചു. അപ്പൊ ആളുകൾക്കൊരു സംശയം, അതിൻ്റെ ഉള്ളിൽ ആള് വല്ലതും ഉണ്ടോ? വർഷങ്ങളായി ഇത് കാണുന്ന നാട്ടുകാരാണ്, പൂർവികരായി ഈ ചരിത്രം അറിയുന്ന ആളുകളാണ്. മീസാൻ കല്ല് കുത്തിയതോടുകൂടി ആളുകൾക്കിടയിൽ വസ്വാസായി, ആൾക്കാർ വല്ലതും ഉണ്ടോ എന്ന ചർച്ച. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആലുവയിലുള്ള ആലുവായി അബൂബക്കർ മുസ്ലിയാർ വന്ന അവിടെ സിയാറത്ത് നടത്തി. ഇതിൽ മഹാന്മാരുമുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി മനുഷ്യന്മാരാണ്, മനുഷ്യനുണ്ടോ എന്ന് ഉറപ്പ് പോലുമില്ലാത്ത, മനുഷ്യനുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത മൺതിട്ടകളെ ജാറമാക്കി ഇന്ന് വലിയ ഉത്സവ കേന്ദ്രമാക്കി കൊണ്ടാടുകയാണ്. ഈ രൂപത്തിലുള്ള അനേകം വാർത്തകൾ ദിനേന നമ്മൾ കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ മേഖലയിൽ, ആദർശത്തിന്റെ മേഖലയിൽ സജീവമായി ഇടപെടാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അള്ളാഹുവിന് മാത്രമുള്ള, റബ്ബിന് മാത്രമുള്ള പ്രത്യേകതകൾ, അള്ളാഹുവിന്റെ മാത്രം കുദറത്തുകൾ, അള്ളാഹുവിന്റെ മാത്രം കഴിവുകൾ, അത് അള്ളാഹുവിന് മാത്രം എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കാനും സമൂഹത്തിൽ ഏറ്റവും ആധികാരികമായി പ്രഖ്യാപിക്കാനും നമുക്കാവേണ്ടതുണ്ട്. ലോകം നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് മക്കാ മുശ്രിക്കോട് പോലും ആരാണടാ ലോകത്ത് നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ മക്കാ മുശ്രിക്കുകൾ പറയുമായിരുന്നു, അള്ളാഹുവാണ് എന്നവർ മറുപടി പറയും. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പലരോടും ആരാണടാ ലോകത്ത് നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ നേരെ വിപരീതമായി നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന, അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന, കുടുംബജീവിതം നയിക്കുന്ന കേവലം കോഴിക്കോടുള്ള ഒരു ഇരുകാലിയാണ്, നമ്മളെപ്പോലെയുള്ള ഒരു ഇരുകാലിയാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സമൂഹം അതപ്പതിച്ച വാർത്തകൾ. ഒരിക്കല് ഒരു കുട്ടി മൂല്യരോട് ചോദിച്ചു പോലെ, മൂല്യരെ ശൈത്താന് എന്ന് പറഞ്ഞാൽ എന്താണ്? ശൈത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ മൂല്യര് പറഞ്ഞു, ശൈത്താൻ എന്ന് പറഞ്ഞ ശൈത്താന്റെ തല ബേക്ക് കാണാം. അപ്പൊ കുട്ടി തല ബേക്ക് കാണും, ശൈത്താന്റെ തല ബേക്ക് കാണും. മൂല്യര് വീണ്ടും പറഞ്ഞു, തല മാത്രമല്ല നെഞ്ചും ബേക്ക് കാണും, നെഞ്ചും വയറൊക്കെ ബേക്ക് കാണും. അപ്പൊ കുട്ടിക്ക് വീണ്ടും വലിപ്പം, നെഞ്ചും വയറും ബേക്ക് കാണും. അപ്പൊ മൂല്യര് വീണ്ടും വിശദീകരിച്ചു, നെഞ്ചും തലയും മാത്രമൊന്നുമല്ല, കയ്യും കാലും ബേക്കാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞു പോലും, എന്നാ മൂല്യര് അങ്ങോട്ട് തിരിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ വ്യാഖ്യാനിച്ച് ഈ രൂപത്തിൽ കൊണ്ടുവരുന്നത് എന്ന് തിരിച്ച് കുട്ടി ചോദിച്ചു. ഈ രൂപത്തിൽ അള്ള കാണുന്ന പോലെ, അള്ള കേൾക്കുന്ന പോലെ, അള്ളാഹു അറിയുന്ന പോലെ, അള്ളാഹു എല്ലാം മനസ്സിലാക്കുന്ന പോലെ, അള്ളാഹു എല്ലാ സന്ദർഭങ്ങളിലും ഇടപെടുന്ന പോലെ ഔലിയാക്കന്മാർക്ക്, അമ്പിയാക്കന്മാർക്ക് ഈ രൂപത്തിലുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക്, അള്ളാഹുവിന് മാത്രമുള്ള കഴിവുകൾ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിലേക്ക്, ഇത്തരം ഇടങ്ങളിലേക്ക്, തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ പോവാനുള്ള കാരണം തങ്ങളുടെ മനസ്സിന്റെ അന്തരാളങ്ങളിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രങ്ങൾ, പ്രയാസങ്ങൾ, അവിടെ ഇരിക്കുന്ന, അവിടെ കിടക്കുന്ന ആ മനുഷ്യൻ അതറിയുകയും കേവലം നമ്മളെപ്പോലെ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മനുഷ്യൻ അല്ലെങ്കിൽ വലിയാണ്, ഔലിയ ആണ്, വിലായത്തുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കും, അറിയും. അതുകൊണ്ട് തന്നെ അവരറിയുന്നതോടുകൂടി ആ പ്രശ്നത്തെ തന്റെ ജീവിതത്തിൽ നിന്ന് അവർ മാറ്റിക്കളയും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പലപ്പോഴും ഇത്തരം ആളുകൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക് ചെല്ലുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ, വലിയ പ്രതിസന്ധികൾ പല കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി എങ്ങാനും മറഞ്ഞ കാര്യം റസൂലുള്ളാഹിക്കെങ്കിലും അറിയാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാകുമായിരുന്നില്ല. റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ പ്രവാചകൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട സന്ദർഭം ഏതാ? ഏറ്റവും കൂടുതൽ പ്രവാചകൻ പ്രയാസപ്പെട്ട സന്ദർഭം ഹദീസിൽ അങ്ങനെ തന്നെ ഉണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. അനസ് ഇബ്നു മാലിക് പറഞ്ഞാൽ ചെറുപ്പത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ ഖാദിമായി കൂടിയ സ്വഹാബി വര്യനാണ്. അവസാനം മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് മരണപ്പെട്ട സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ എണ്ണം പിടിച്ച ആളാണ് അനസ് ഇബ്നു മാലിക്. അനസ് ഇബ്നു മാലിക് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം,
റസൂലുള്ള ഒരു സന്ദർഭത്തിൽ റസൂൽ സങ്കടപ്പെട്ട പോലെ ജീവിതത്തിന്റെ മറ്റൊരു സന്ദർഭത്തിലും പ്രവാചകൻ പ്രയാസപ്പെട്ടിട്ടില്ല എന്നാണ് ആ സന്ദർഭം. ഇതൊന്നുമല്ല, ബിർ മഊനയാണ്. ബിർ മഊന എന്ന് പറഞ്ഞാൽ രണ്ട് ശത്രുഗോത്രങ്ങളിൽ നിന്നുള്ള ആളുകൾ, എന്നീ രണ്ട് ശത്രുഗോത്രങ്ങളിൽ നിന്ന ആളുകൾ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് വേഷം മാറി പ്രവാചകന്റെ അടുക്കൽ വന്നു. ശത്രുക്കളാണ്, വേഷം മാറി റസൂലിന്റെ അടുക്കൽ വന്നു. എന്ന് റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, പ്രവാചകരെ, മുഹമ്മദ് നബിയെ, ഞങ്ങളുടെ നാട്ടിൽ ഖുർആൻ പഠിച്ച ആൾക്കാരാരുമില്ല, പരിശുദ്ധ ഖുർആനിൽ ഇൽമുള്ളവരാരുമില്ല, അതുകൊണ്ട് തന്നെ ഖുർആൻ ക്ലാസ് എടുക്കാൻ കുറച്ച് ആൾക്കാരെ വേണം. റസൂൽ നിറഞ്ഞ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി 70 ഹാഫിളീങ്ങളായ സ്വഹാബിമാരെ അവരുടെ കൂടെ പറഞ്ഞയച്ചു. വന്നത് വേഷം മാറി വന്നത് ശത്രുക്കളാണ് എന്നറിയാൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിഞ്ഞില്ല. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൺമ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ എന്നാണ് പല ആൾക്കാരെയും കറാമത്ത് പറയുന്നതും. നമ്മുടെ മനസ്സിന്റെ അന്തരാളങ്ങളിൽ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മന്ത്രങ്ങൾ ഇന്ന ശൈഖ് അറിയും, അതിന് ഉത്തരം നൽകും. ഒരു കുപ്പിയുടെ ഉള്ളിൽ ഒരു വസ്തു ഇട്ട് വെച്ചാൽ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് എങ്ങനെ കാണാൻ കഴിയുമോ ആ രൂപത്തിൽ മനുഷ്യന്റെ മനസ്സിനെ വായിക്കാൻ കഴിയുന്ന, എന്നാൽ റസൂലുള്ളാഹിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല എന്നർത്ഥം. റസൂൽ നിറഞ്ഞ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി 70 ഹാഫിളീങ്ങളായ സ്വഹാബിമാരെ അവരുടെ കൂടെ പറഞ്ഞയച്ചു. എന്നാൽ ശത്രുക്കൾ തങ്ങളുടെ വഴിയിൽ യാത്രാമധ്യേ അവരുടെ തനി സ്വഭാവം കാണിച്ചു. 70 ഹാഫിളീങ്ങളായ സ്വഹാബിമാരെയും കടുത്തറുത്ത് ദാരുണമായി കൊലപ്പെടുത്തി കളഞ്ഞു. റസൂലുള്ളാഹിക്ക് മറഞ്ഞ കാര്യം അറിയുമായിരുന്നെങ്കിൽ തന്റെ പ്രിയപ്പെട്ട അഞ്ചരന്മാരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്ന ആ സന്ദർഭത്തിലെങ്കിലും റസൂൽ അത് അറിയണമായിരുന്നു. അപ്പോഴും റസൂലിന് ഈ വിഷയം അറിയാൻ കഴിഞ്ഞില്ല. കൊലപ്പെടുത്തി 70 സ്വഹാബത്തിനെയും കഴുത്തറുത്ത് കൊന്ന് ഒരൊറ്റ കിണറിലിട്ട് മൂടിക്കളഞ്ഞു. ഒരു കിണറിലിട്ട് മൂടിക്കളഞ്ഞു. ആ ഒരൊറ്റ കിണറിലിട്ട് മൂടിയത് കൊണ്ടാണ് ബിർ മഊന എന്ന് ചരിത്രത്തിൽ അത് അറിയപ്പെട്ടത്. ഹദീസിന്റെ താളുകളിൽ ആ സംഭവം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഈ ദാരുണമായ സംഭവം റസൂൽ 3 ദിവസത്തിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹ്യുമായി വന്നപ്പോഴാണ് റസൂൽ അറിയുന്നത്. ഇതറിഞ്ഞതോടുകൂടി പ്രവാചകന് വലിയ പ്രയാസായി. ആ സന്ദർഭത്തെ കുറിച്ചാണ് അനസ് ഇബ്നു മാലിക് പറഞ്ഞത്, ആ സന്ദർഭത്തിൽ റസൂൽ സങ്കടപ്പെട്ട പോലെ ജീവിതത്തിന്റെ മറ്റൊരു സന്ദർഭത്തിലും പ്രവാചകൻ പ്രയാസപ്പെട്ടിട്ടുണ്ട്. മാനസികമായി, ശാരീരികമായി വലിയ പ്രയാസം ഉണ്ടായി. 5 വക്ത് നേരത്തെ നമസ്കാരത്തിലും റസൂൽ ആ ശത്രുഗോത്രങ്ങൾക്കെതിരിൽ ശക്തമായ രൂപത്തിൽ പ്രാർത്ഥന നടത്തി. 5 വക്ത് നേരത്തെ നമസ്കാരത്തിലും പ്രാർത്ഥന നടത്തി. അവസാനം റസൂൽ ആ പ്രാർത്ഥന അവസാനിക്കാൻ വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൽ ഒരായത്ത് അവതരിക്കേണ്ടി വന്നു. ലൈസ ലക്കൽ അംർ, മുഹമ്മദ് നബിയെ, പ്രവാചകരെ, ഇത് നിങ്ങൾ ഈ രൂപത്തിൽ ശക്തമായി അവർക്കെതിരെ പ്രാർത്ഥിക്കേണ്ടതില്ല, അവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് റബ്ബാണ്, ഇത് നിങ്ങളുടെ കൽപ്പനയിൽപ്പെട്ട വിഷയമല്ല എന്ന ആയത്ത് അവതരിക്കുമ്പോഴാണ് റസൂൽ ആ പ്രാർത്ഥന അവസാനിക്കുന്നത്. അത്രയേറെ പ്രയാസം റസൂലുള്ളാഹിക്ക് ഉണ്ടായി. റസൂലുള്ളാഹിക്ക് എങ്ങാനും മറഞ്ഞ കാര്യം അറിയുമായിരുന്നെങ്കിൽ ആലമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ, അദൃശ്യമെന്താണ് എന്നറിയാൻ അല്ലാഹുവിനല്ലാതെ സാധ്യമല്ല എന്ന് ഖുർആൻ പറഞ്ഞതാണ്. റസൂലുള്ളാഹിക്ക് എങ്ങാനും അറിയുമായിരുന്നെങ്കിൽ ആ കടിബ്, പടച്ചറപ്പിനുള്ള കടിബ് റസൂലുള്ളാഹിക്ക് ഉണ്ടാകുമായിരുന്നെങ്കിൽ റസൂലുള്ളാഹി തന്റെ 70 സ്വഹാബിമാരെ കൂട്ടക്കുരുക്ക് വിട്ടുകൊടുക്കില്ലായിരുന്നു. ഇങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് സന്ദർഭങ്ങൾ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട് ആയിഷ ബീവിയുടെ മാല കളഞ്ഞു പോകുന്ന സംഭവം 2 സന്ദർഭത്തിലാണ്. അതിലൊരു സന്ദർഭം ഹദീസിൽ ഇങ്ങനെ കാണാം. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരു യാത്ര കഴിഞ്ഞ് വരിക, പ്രവാചകനുണ്ട്, ആയിഷ ബീവി ഉണ്ട്, സുഹാബത്തുണ്ട്. യാത്ര കഴിഞ്ഞ് വരുന്ന വഴിയിൽ ആയിഷ ബീവിയുടെ മാല കളഞ്ഞുപോയി. ബീവിയുടെ മാല പോയി. നമ്മളെ നാട്ടിലൊക്കെ സാധാരണ മാല പോയ ബീവിന്റെ അടുത്ത് ചെല്ലുക. ഇവിടെ ബീവിന്റെ തന്നെ മാല പോയി. മാല പോയ കാര്യം ബീവി അറിഞ്ഞില്ല, മാല പോയി. അങ്ങനെ യാത്രാ സംഘം വഴിമധ്യേ തങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര നിർത്തി അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ആയിഷ ബീവി, അപ്പോഴാണ് ആയിഷ ബീവി പറഞ്ഞത് മാല പോയ കാര്യം. ആയിഷ ബീവി ആ മാല തെരഞ്ഞ് വന്ന വഴിയെ തിരിച്ചു പോവാൻ ആരോടും പറഞ്ഞില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബീവി മാല തെരഞ്ഞുപോയി. ആയിഷ ബീവി ഈ സംഘത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് എന്ന് ആ സംഘത്തിന്റെ നേതാവായ റസൂലുള്ളാഹിക്ക് മനസ്സിലായില്ല. തന്റെ സ്വന്തം ഭാര്യ ഇതിൽ നിന്ന് തിരിഞ്ഞ് വേറെ വഴിക്ക് പോയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹിക്ക് മനസ്സിലായില്ല. റസൂല് യാത്ര തുടരാനുള്ള ആഹ്വാനം നൽകി. യാത്ര തുടർന്നു. ഒട്ടകക്കട്ടിലായിരുന്നു, ഒട്ടകത്തിന്റെ മഞ്ചയിലായിരുന്നു ആയിഷ ബീബിയുടെ സഞ്ചാരം. സ്വഹാബത്ത് നിലത്ത് വെച്ച ആ ഒട്ടകക്കട്ടിലെടുത്ത് ഒട്ടകപ്പുറത്ത് കയറ്റി വെച്ചു. ആയിഷ ബീബി പിന്നീട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ വിഷയം കാണാം. ഞങ്ങൾ കഴിക്കാൻ ഭക്ഷണമല്ലാതെ വളരെ മെലിഞ്ഞൊട്ടിയ ഒരു സ്ത്രീ ആയിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് ആ ഒട്ടകക്കട്ടില്
പൊക്കിയപ്പോ ഞാൻ അതിന്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ, ആ ഉള്ളിലില്ല എന്ന വിഷയം മനസ്സിലാക്കാൻ ആ സ്വഹാബത്തിന് പോലും മനസ്സിലായില്ല. അവർ യാത്ര തുടർന്നു. ആയിഷ ബീവി തെരഞ്ഞ മാല, കളഞ്ഞുപോയ മാല തെരഞ്ഞ് തിരിച്ചു വരുമ്പോ ആ സംഘത്തെ കാണാനില്ല. റസൂലുള്ളയും സ്വഹാബത്തും അടങ്ങുന്ന യാത്രാ സംഘം തിരിച്ച് മദീനയിലേക്ക് പോയിട്ടുണ്ട്. അറേബ്യയിൽ സാധാരണ യാത്രാ സംഘം പോകുമ്പോൾ ഏറ്റവും മുൻപിൽ ഒരാളുണ്ടാവും, വല്ല അപകടവും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ. ഇതേ രൂപത്തിൽ ഏറ്റവും പുറകിലും ഒരാളുണ്ടാവും, അതിന്റെ നടുവിലായിട്ടാണ് യാത്രാ സംഘം പോവുക. അങ്ങനെ പ്രധാനപ്പെട്ട യാത്രാ സംഘം അവിടുന്ന് പോയി. പിന്നീട് ഏറ്റവും പുറകിൽ വന്നിരുന്ന ഒരു സ്വഹാബിവര്യനാണ് ആയിഷ ബീവി വഴിയിൽ നിൽക്കുന്നത് കണ്ട് പിന്നീട് ആയിഷ ബീവി പിടിച്ച് മദീനത്തേക്ക് എത്തിക്കുന്നത്. ഈ രൂപത്തിൽ നമ്മൾ ഇങ്ങനെ പരിശോധിച്ചാൽ ഒരുപാട് സന്ദർഭങ്ങൾ മറഞ്ഞ കാര്യം അറിയുമായിരുന്നെങ്കിൽ അള്ളാഹുവിന് മാത്രമുള്ള ആ കഴിവ് അമ്പിയാക്കന്മാർക്ക്, ഔലിയാക്കന്മാർക്ക്, സ്വാലിഹീങ്ങൾക്ക്, ശുഹദാക്കൾക്ക് ഉണ്ടാകുമായിരുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടാകുമായിരുന്നില്ല എന്ന തിരിച്ചറിവ് അടിസ്ഥാനപരമായി ആ ബോധമെങ്കിലും നമ്മുടെ ഉമ്മത്തിന്, സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ ഈ രൂപത്തിൽ അള്ളാഹുവിന് മാത്രമുള്ള കഴിവുകൾ അള്ളാഹുവിന് മാത്രം എന്ന് അടിയുറച്ച് വിശ്വസിക്കാൻ, അത് പ്രഖ്യാപിക്കാൻ, അത് പ്രചരിപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. മാത്രമല്ല ആ തൗഹീദിന്റെ സന്ദേശത്തെ ആത്മാർത്ഥമായി നമ്മൾ നെഞ്ചിലെത്തിയാൽ ഖുർആൻ പറഞ്ഞല്ലോ, പിന്നീട് അവൻ നിർഭയനായിരിക്കും. അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. പടച്ച റബ്ബിൽ വിശ്വസിക്കുകയും ഏകനായ റബ്ബിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന് ഒരു പങ്കുകാരുമില്ല എന്ന് ആത്മാർത്ഥമായി പ്രഖ്യാപിക്കുകയും ആ തൗഹീദിന്റെ സന്ദേശം നെഞ്ചിലെത്തുകയും ചെയ്താൽ പിന്നെ ഒന്നിനെയും അവൻ ഭയപ്പെടേണ്ടതില്ല. ഉലൈക ലഹുമുൽ അംൻ, അവൻ പൂർണ്ണമായി നിർഭയനാണ്. നമ്മുടെ ജീവിതം തന്നെ പരിശോധിച്ചാൽ ഇതിപ്പോ ഒരു മഹല്ലാണ്, ഖബർസ്ഥാണ്ടല്ലോ അവിടെ ഉണ്ട്. ഇതര പ്രദേശങ്ങളിലേക്ക് പോയാൽ, നമ്മുടെ നാട്ടിലൊക്കെ മസ്ജിദ് നോക്കിയാൽ പോലും മുജാഹിദിന് ഒരു മഹല്ല് കാണാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് കുടുംബങ്ങൾ, വലിയ ആയിരങ്ങളുടെ കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് ഒറ്റ ആൾ വിദേശ നാടുകളിലൊക്കെ പോയി ഒരൊറ്റ പ്രസംഗം കേട്ട് തൗഹീദിന്റെ ഒരു സ്പാർക്ക് നെഞ്ചിലേന്തി, ഹൃദയത്തിലേന്തി നാട്ടിൽ വന്ന് തൗഹീദി പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ച് കുടുംബം മുഴുവനും ഒറ്റപ്പെടുത്തിയിട്ടും അനന്തരാവകാശം സ്വന്തം ബാപ്പ മോനോട് പറയാണ്, ഇത് മുജാഹിദായ കാരണത്താൽ, നീ തൗഹീദ് സ്വീകരിച്ച കാരണത്താൽ, ഇത് സ്വീകരിച്ച കാരണത്താൽ നീ ഇത് ഒഴിവാക്കിയില്ലെങ്കിൽ എന്റെ സ്വത്ത് എനിക്ക് ഹറാമാണ് എന്ന് പ്രഖ്യാപിച്ച ബാപ്പമാരുള്ള ഒരു നാട്. എങ്ങനെയെല്ലാം ഒറ്റപ്പെടുത്തിയാലും ഈ സന്ദേശം, തൗഹീദിന്റെ സന്ദേശം നെഞ്ചിൽ അങ്ങോട്ട് കയറിയാൽ, ഹൃദയത്തിൽ കയറിയാൽ പിന്നെ ഒന്നിനെയും, ഒരു പടപ്പിനെയും, പടച്ചോനെയല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാത്ത രൂപത്തിൽ പൂർണ്ണമായ ആവേശത്തോടുകൂടി ഒരു വിശ്വാസിക്ക് പോകാൻ കഴിയുമെന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ തന്നെ ഒരുപാട് പ്രവാചകന്മാരുടെ പ്രബോധന വിഷയവുമായി ബന്ധപ്പെട്ട് അവർ നേരിടേണ്ടി വന്ന വലിയ പ്രയാസങ്ങൾ, പീഡനങ്ങൾ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ സ്വാഹിബ് യാസീനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നമുക്ക് കാണാൻ കഴിയുമല്ലോ. ഖുർആൻ അങ്ങനെ തന്നെ വിശദീകരിച്ചു. അന്താക്കിയ എന്ന് പറയുന്ന പ്രദേശം, അന്നത്തെ ശാം, ഇന്നത്തെ യമനിന്റെ ഉത്തരപ്രദേശമായിരുന്ന അന്താക്കിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് പ്രവാചകന്മാർ കടന്നു വന്ന സന്ദർഭം, രണ്ട് പ്രവാചകന്മാർ ആദ്യം വന്നു. ആ ശത്രുക്കൾ അതിനെ കളവാക്കി. ആ സന്ദർഭത്തിൽ മൂന്നാമതൊരു പ്രവാചകനെ കൊണ്ട് ആ സംഘടനയെ, ആ സംഘത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തിപ്പെടുത്തി. അങ്ങനെ അവർ മൂന്ന് പേരും ആവേശത്തോടു കൂടി തൗഹീദ് പറഞ്ഞു. എന്നാൽ മൂന്നാളുകളെയും ആ നാട്ടുകാർ കളവാക്കുകയാണ്. എന്നിട്ട് അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടത്തുകയാണ്. പ്രവാചകന്മാർ കൃത്യമായ രൂപത്തിൽ ദീൻ അവർക്ക് പകർന്നു കൊടുക്കുകയാണ്, പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ആ നാട്ടുകാരനല്ലാത്തൊരു മനുഷ്യൻ മറ്റൊരു നാട്ടിൽ നിന്ന് മദീനയുടെ മറ്റൊരു പ്രദേശത്ത് നിന്ന്, ഒരു അങ്ങാടിയിൽ നിന്ന് ആ വഴിയെ പോയ ഒരു മനുഷ്യൻ അങ്ങോട്ട് കടന്നു വരികയും ഈ സംവാദം വീക്ഷിക്കുകയും അത് വീക്ഷിച്ചതോടുകൂടി, അത് കേട്ടതോടുകൂടി ഈ വന്ന മനുഷ്യന് പ്രവാചകന്മാരുടെ ഭാഗത്താണ് ന്യായം എന്ന് മനസ്സിലാക്കുകയും ആ ന്യായം ഉൾക്കൊണ്ടതോടുകൂടി, നമ്മൾ പലരും അങ്ങനെയാണ്, ന്യായം ഉൾക്കൊണ്ടാൽ ഞാൻ കേട്ടല്ലോ, ഞാനും എന്ത് ചെയ്യാ, എന്റെ രൂപത്തിൽ ഞാൻ അങ്ങനെ പോയിക്കോളാം എന്ന രൂപമല്ല. ആ മനുഷ്യൻ കൃത്യമായി അത് കേട്ടതോടുകൂടി ആ മനുഷ്യൻ പ്രഖ്യാപിക്കുകയാണ് ആ സമൂഹത്തിനോട്, സമൂഹമേ, നിങ്ങൾ എന്തിനാണ് ഈ പ്രവാചകന്മാരെ പഴിചാരുന്നത്? എന്തിനാണ്? നിങ്ങളോട് അവർ എന്താണ് ചോദിച്ചത്? എന്തെങ്കിലും പ്രതിഫലം നിങ്ങളോട് ആവശ്യപ്പെട്ടോ? എന്തെങ്കിലും നൽകാൻ പാരിതോഷികം ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ പ്രവാചകന്മാരിൽ പൂർണ്ണമായ രൂപത്തിൽ നിങ്ങൾ വിശ്വസിക്കുക.
നിങ്ങൾ എന്തിനാണ് ഇവർക്കെതിരെ കുതിര കയറുന്നത് എന്തിനാണ്? തീർച്ചയായും പടച്ച റബ്ബിന്റെ ഈ സുന്ദരമായ ആദർശത്തിന്റെ സന്ദേശത്തെ നിങ്ങൾ നെഞ്ചിലേറ്റുക. അങ്ങനെ ആ സംവാദം മുഴുവനും വീക്ഷിച്ച ആ മനുഷ്യൻ അതിന്റെ രത്നച്ചുരുക്കവും അവിടെ പറയുന്നുണ്ട്. എന്ന സൃഷ്ടിച്ചവനായ, എനിക്ക് കാഴ്ച തന്ന, എനിക്ക് കേൾവി തന്ന, ശ്വസിക്കാൻ വേണ്ട സംവിധാനങ്ങൾ എന്റെ ശരീരത്തിൽ നൽകി, എനിക്ക് ഭക്ഷണം നൽകുന്ന, വെള്ളം നൽകുന്ന, വായു നൽകുന്ന ആ പടച്ച തമ്പുരാനെ അല്ലാതെ ആരാധിക്കാൻ എനിക്ക് എന്ത് ന്യായമാണുള്ളത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കയർക്കുന്നത് എന്ന സ്വാഹിബ് യാസീനിന്റെ ചോദ്യം ഖുർആൻ പ്രസക്തമാണ്. ഈ സ്വാഹിബ് യാസിന്റെ പേരെന്താ? എന്താണ് പേരെന്താ? റജുലും നക്സൽ മദീനത്തെ റജുലും എന്ന മനുഷ്യന്റെ പേരെന്താ? റജുലിനെ ഖുർആൻ പറഞ്ഞുള്ളൂ. പിന്നെ ചരിത്രത്തിൽ പല രൂപത്തിൽ കാണാം. ഹബീബുൻ നജ്ജാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. റസൂലുള്ളാഹ് അത് എടുത്തു പറയുന്നുണ്ട്. ഇനി മാത്രം അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇത് വിശുദ്ധ ഖുർആൻ സൂറത്തു യാസീനിൽ സ്വാഹിബ് യാസീനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ എന്റെ ഉമ്മത്തിൽ അഥവാ മുസ്ലിം ഉമ്മത്തിൽ, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ, പ്രവാചകന്റെ ആ സമുദായത്തിൽ ഈ സ്വാഹിബ് യാസീനെ പോലെ, ഹബീബുൻ നജ്ജാറിനെ പോലെ ഒരു ഹബീബ് എന്റെ ഉമ്മത്തിലുണ്ട് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് ഒരു സ്വഹാബിനെ കുറിച്ച്. ആരാണ്? അയാളെ കുറിച്ച് കേട്ടോ. ഇതേ രൂപത്തിൽ ഈ മനുഷ്യനെ സ്വാഹിബ് യാസീനിലെ ഹബീബുൻ നജ്ജാറിനെ ആ നാട്ടുകാർ അടിച്ചു കൊല്ലുക, തൗഹീദ് പറഞ്ഞ കാരണത്താൽ അടിച്ച് കൊന്നതിന് ശേഷം വടിവാളുകൾ കൊണ്ടുവന്ന്, കത്തി കൊണ്ടുവന്ന് ശരീരത്തിന്റെ ഓരോ ഭാഗവും കീർന്ന് മുറിച്ച് ഹൃദയം പുറത്തെടുത്ത് പിച്ചി ചീന്തി എറിഞ്ഞ് കുടൽമാലൊക്കെ പുറത്തെത്തുന്ന ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞുന്ന സ്വാഹിബ് യാസീനിനെ, ഹബീബുൻ നജ്ജാറിനെ തൗഹീദ് പറഞ്ഞ കാരണത്താൽ ഇതേ രൂപത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യനാണ് ഒരു സ്വഹാബി. ആ സ്വഹാബിയെ കുറിച്ചാണ് റസൂൽ പറഞ്ഞത്, ആ സ്വാഹിബ് യാസീനിൽ മരണപ്പെട്ട ഹബീബുൻ നജ്ജാറിനെ പോലെയാണ് എന്റെ ഉമ്മത്തിലെ ഈ സ്വഹാബി വര്യൻ. ആ സ്വഹാബി വര്യൻ ആരാണ്? എവിടെ കേട്ടിട്ടുണ്ടോ? ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. ഹബീബ് ഇബ്നു സയ്യിദ്, ചിലപ്പോൾ ഹബീബ് ഇബ്നു സയ്യിദ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കുന്നവരില്ല. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയുടെ മകൻ. ഉമ്മു അമ്മാറയുടെ പേരിലാണ് ആ കുടുംബം ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസിദ്ധമായത്. ഉമ്മു അമ്മാറ. ഉമ്മു അമ്മാറ ആരാണ്? ഉമ്മു അമ്മാറയുടെ പേരെന്താ? യഥാർത്ഥ പേരെന്താ? ഉമ്മു അമ്മാറ എന്ന് പറഞ്ഞാൽ കുന്നിയത്താണ്. നസീബ ബിൻത് കഅബ് എന്നാണ് അവരുടെ പേര്. അൻസാരി വനിതയാണ്, ബനൂ നജ്ജാർ ഗോത്രക്കാരിയാണ്. ആദ്യമായി മദീനത്ത് നിന്ന് ഇസ്ലാം സ്വീകരിച്ച സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ കടന്നു വന്ന രണ്ടാം അഖബ ഉടമ്പടിയിൽ കടന്നു വന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള കുടുംബമാണ്. കുടുംബപരമായി വന്ന റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്ത കുടുംബമാണ് ഉമ്മുമ്മാറയുടെ കുടുംബം. ഉമ്മുമ്മാറ എന്ന പേരിലാണ് ആ കുടുംബം പ്രസിദ്ധമായത്. ഭർത്താവിന്റെ പേര് സെയ്ദ് ഇബ്നു ആസിം. രണ്ടു മക്കളാണുള്ളത്. ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ്, രണ്ട് ഹബീബ് ഇബ്നു സെയ്ദ്. ഒരുപാട് ചരിത്രങ്ങൾ. പ്രവാചകന്റെ കൂടെ ഏറ്റവും കൂടുതൽ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബ വനിതയാണ് ഉമ്മുമ്മാറ. ചരിത്രം വളരെ വിശാലമാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള മാത്രം പറഞ്ഞു വെക്കാം. റസൂലുള്ളാഹിന്റെ കൂടെ ശക്തമായ രൂപത്തിൽ ചേർന്ന് നിന്ന കുടുംബം. അങ്ങനെ പ്രവാചകന്റെ കാലഘട്ടത്തിലാണ്, പ്രവാചകന്റെ അവസാന സന്ദർഭത്തിലാണ് ഇന്നത്തെ സൗദി അറേബ്യയിൽ റിയാദിനടുത്തുള്ള പ്രദേശം യമാമയിൽ നിന്ന് മുസൈലിമ ബിൻ ഹബീബ് അൽ ഹനഫി എന്ന് പറയുന്ന ആ മനുഷ്യൻ, മുസൈലിമയും കൂട്ടരും, അഥവാ മുസൈലിമയുടെ കൂടെ ബനൂ ഹനീഫ എന്ന് പറഞ്ഞ 10,000 ആളുകളുള്ള വിശാലമായ ഗോത്രാണ്. ആ ഗോത്രത്തിൽ നിന്നൊരു സംഘം മദീനത്തേക്ക് വരാൻ, റസൂലുള്ളാഹിലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ അവർ മദീനയിലേക്ക് വരുന്നു. തങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾ അഥവാ വാഹനം, കുതിര, ഒട്ടകം, ചരക്കുകളെല്ലാം മദീനയുടെ പ്രാന്തപ്രദേശമായ ഒരു ഈന്തപ്പഴത്തോട്ടത്തിൽ വെച്ച് അവർ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി, വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാൻ വേണ്ടി വരികയാണ്. ആ വന്ന സംഘത്തിൽ നിന്ന് ഈ പറയുന്ന മുസൈലിമ ബിൻ ഹബീബ് അൽ ഹനഫി എന്ന് പറയുന്ന ഈ മനുഷ്യനെ തങ്ങളുടെ ചരക്കുകളുടെ സംരക്ഷനായി, കാവൽക്കാരനായി ആ സംഘം അവിടെ നിയോഗിച്ച് ബാക്കിയുള്ള ആളുകൾ റസൂലുള്ളാഹിന്റെ അടുക്ക് വന്ന് ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാൻ വരികയാണ്. റസൂലുള്ളാഹി അവരെ സ്വീകരിച്ചിരുത്തി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു, സംസാരിച്ചവരോട്. അങ്ങനെ റസൂൽ അവരെ തൃപ്തിപ്പെട്ടു, അവർ റസൂലിനെയും തൃപ്തിപ്പെട്ടു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇതിന് ശേഷം ഈ സംഘം തിരിച്ച് തങ്ങളുടെ യാത്രാ ചരക്കുകളുടെ അടുത്തേക്ക് പോകുമ്പോ മുസൈലിമ ബിൻ ഹബീബ് അൽ ഹനഫി എന്ന് പറയുന്ന മനുഷ്യൻ ഈ സംഘത്തെ ഭീഷണിപ്പെടുത്ത്. അയാൾ ഭീഷണിപ്പെടുത്തി പറഞ്ഞു, മുഹമ്മദ് എന്താണ് നിങ്ങളോട് പറഞ്ഞത് എന്ന് അയാൾ ചോദിച്ചു. അതിൽ ഈ സംഘം പറഞ്ഞു, മുഹമ്മദ് റിസാലത്തുമായി ബന്ധപ്പെട്ട്, പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട, തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോ മുസൈലിമ അവിടെ നിന്നാണ് ആദ്യമായി കള്ളപ്രവാചകത്വം വാദിക്കുന്നത്.
അദ്ദേഹം പറഞ്ഞു ആ മനുഷ്യൻ കിങ്കരനാണ്, മല്ലനാണ്, മനസ്സലിവില്ലാത്ത ഒരുത്തരാണ് മുസൈലിമ. മുഹമ്മദ് ബിൻ അബ്ദുള്ള അത് ഖുറൈശികൾക്കുള്ള പ്രവാചകനാണ്. മുസൈലിമയായ ഞാൻ ബനൂ ഹനീഫക്കാരായ നിങ്ങൾക്കുള്ള പ്രവാചകനാണ് എന്നാ മനുഷ്യൻ അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമായി അവിടെ പ്രഖ്യാപിക്കണം. ആദ്യമായി പ്രവാചകത്വം, കള്ളപ്രവാചകത്വം വാദിക്കുന്നു. ഈ ഒരൊറ്റ വാക്കിന് പുറത്ത് സ്വീകരിക്കാൻ വേണ്ടി, ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്ന ആളുകൾ മുഴുവനും, റസൂലുള്ളാഹിനെ കണ്ട് പ്രവാചകന്റെ വായിൽ നിന്നും ദീൻ കേട്ട ആളുകൾ മുഴുവനും മുസൈലിമയുടെ പിന്നാലെ പോയി. അവർക്കറിയാം മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന്, റബ്ബ് ഏകനാണ്, അല്ലാഹ് ഒരുവനാണ് എന്നൊക്കെ അവർക്കറിയാം. മുഹമ്മദ് നബി റസൂലാണെന്നും അറിയാം. അവർ പറഞ്ഞിരുന്നു, അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു, ഇന്ന മുഹമ്മദൻ ലിസാദിഖ്, മുഹമ്മദ് നബി സത്യസന്ധനാണ്, മുസൈലിമ ലകാദിബ്, മുസൈലിമ കള്ളനാണ് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ മുസൈലിമ ഞങ്ങളെ ഗോത്രക്കാരനാണ്, ബനൂ ഹനീഫക്കാരനായതുകൊണ്ട് ഞങ്ങൾ അവരിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഹിസ്ബിയത്തിന്റെ പക്ഷപാതം കാരണം പിടിച്ചുപോയ ടീമാണ് ബനൂ ഹനീഫക്കാർ. ഇവിടുന്ന് ഇങ്ങനെ ചരിത്രം മുന്നോട്ട് പോകുമ്പോ പിന്നീട് ഹിജ്റ 9 മുസൈലിമ റസൂലുള്ളാഹിക്ക് ഒരു കത്ത് എഴുതുന്നുണ്ട്. ഒരു കത്ത്. ആ കത്തിന്റെ തുടക്കം അന്ന മുസൈലിമ റസൂലില്ല, മുസൈലിമയായ റസൂലായ ഞാൻ ഇലാ മുഹമ്മദ് റസൂലില്ല, മുഹമ്മദ് നബിക്ക് എഴുതുന്ന കത്ത്. അഥവാ മുഹമ്മദ് റസൂലാണ്, മുസൈലിമയായ ഞാനും റസൂലാണ്. എന്നിട്ട് ആ കത്തിന്റെ രത്ന ചുരുക്കം ഇന്നൽ അർള നിസ്ഫുൻ നിസ്ഫുൽ ഖുറൈശ്, ഭൂമിയെ രണ്ടാക്കണം, ഭൂമിയെ രണ്ടായി ഭാഗിക്കണം. അതിന്റെ പകുതി എനിക്കും വേണം, പകുതി മുഹമ്മദ് അയ്യ എടുത്തോ. ഇങ്ങനെ പകുതിയായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഭൂമിയെ ഭരിക്കാം, കാരണം നമ്മൾ രണ്ടാളും അല്ലാഹുവിന്റെ റസൂലിങ്ങളാണ് എന്ന് പറഞ്ഞ് മുസൈലിമ കച്ചവട തന്ത്രം സംസാരിച്ചുകൊണ്ടൊരു കത്തെഴുതിയ. ഈ കത്ത് 2 ദൂതന്മാർ മുഖേന മദീനത്തെത്തി. മുസൈലിമയുടെ 2 ദൂതന്മാരാണ് മദീനത്തേക്ക് കൊണ്ടുവന്നത്. അവർ കത്ത് വായിച്ച് കേൾപ്പിച്ചു. കത്ത് വായിച്ച് കേൾപ്പിച്ച ശേഷം റസൂൽ അവരോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ കത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അവരും പറഞ്ഞു മുസൈലിമയും ഞങ്ങൾ വിശ്വസിക്കുന്നു, കാരണം മുസൈലിമ ഞങ്ങളെ ഗോത്രക്കാരനാണ്, മുഹമ്മദ് നീ ഖുറൈശിയാണ്, നീ ഞങ്ങളിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹിക്ക് ദേഷ്യം പിടിച്ചു. പ്രവാചകൻ പറഞ്ഞു നിങ്ങളുടെ ഈ വാചകം, ഈ സംസാരം കാരണം നിങ്ങളുടെ കണ്ടം മുറിച്ചു കളയാൻ മദീനത്തെ ഭരണകൂടം അനുവാദം നൽകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ദൂതന്മാരാണ്, കത്തുമായി വന്ന ആളുകളാണ്, ഞങ്ങളെ വേദനിപ്പിക്കൂല, നിങ്ങൾ തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മുസൈലിമക്ക് ഒരു മറുപടി കത്ത് എഴുതുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അസ്സലാമു അലൈക്കും അലാ മൻ ഇത്തബഅൽ ഹുദാ, നേരായ മാർഗത്തിലുള്ളവർക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ. ഇന്നൽ അർള ലില്ലാഹ്, തീർച്ചയായും ഭൂമി എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റേതാണ്. അല്ലാഹു മുസൈലിമാക്കും റസൂലുള്ളാഹിക്കും മുഹമ്മദ് നബിക്കും കൂടെ രണ്ടായി എടുക്കാൻ ഭൂമിൻ്റെതല്ല, അള്ളാന്റെതാണ് ഭൂമി. എന്നിട്ട് തൗഹീദിനെ കുറിച്ച്, റിസാലത്തിനെ കുറിച്ച്, ഷഹാദത്തിനെ കുറിച്ചൊക്കെ അതിൽ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. ഈ കത്ത് റസൂല് എഴുതിയ ശേഷം സ്വഹാബത്തിനിടയിലേക്ക് ഇറങ്ങിച്ചില്ല, ആരത് മുസൈലിമയിലേക്ക് എത്തിക്കും എന്ന് റസൂൽ അന്വേഷിക്കും. ആ സന്ദർഭത്തിലാണ് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയുടെ മകൻ ഹബീബ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു സ്വമേധയാ മുന്നോട്ട് വരുന്നത്. ഞാൻ കൊണ്ടുപോകാം റസൂലെ. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ, സുന്ദരനായ യുവകോമളനായ ചെറുപ്പക്കാരൻ സ്വമേധയാ ആ ദൗത്യം ഏറ്റെടുത്ത് ഈ കത്തുമായി യമാമയിലേക്ക് പോവാൻ മുസൈലിമ അടുക്കൽ പോയി. ഈ കത്ത് വായിച്ചു കേൾപ്പിച്ചു. മുസൈലിമ കോപം കൊണ്ട് തളച്ചുതാണ്, കോപം കൊണ്ട് തുള്ളി. അന്ന് വരെ അറേബ്യയിൽ മക്കാ മുശ്രിക്കുകൾ പോലും ദൂതന്മാരെ ആക്രമിച്ചിട്ടില്ല. കത്തുമായി വരുന്നവനെ നിരപരാധികൾ ആക്രമിക്കാറില്ല. ആ നെറികെട്ട പണി ആദ്യമായി എടുത്തത് മുസൈലിമത്തുൽ കദ്ദാബാണ്. മുസൈലിമ ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹുവിനെ പിടിച്ച് തുറങ്കിലടക്കാൻ ആവശ്യപ്പെട്ടു. ഒരു ദിവസം മുഴുവനും ശക്തമായ രൂപത്തിൽ പീഡിപ്പിച്ചു, ഭക്ഷണം കൊടുക്കാതെ പീഡിപ്പിച്ചു. 2ാമത്തെ ദിവസം വീണ്ടും വന്നു മുസൈലിമയും കിങ്കരന്മാരും. ഹബീബിന്റെ അടുക്കൽ വന്നിട്ട് മുസൈലിമ ചോദിക്കാൻ, അത്അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, നീ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്നു, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇത് കേട്ടതോടുകൂടി ഹബീബ് ബിൻ സയ്യിദ് ആവേശത്തോടുകൂടി ചാടി പറഞ്ഞു, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലാഹു ഏകനാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നതാണ്. തൗഹീദ് പ്രഖ്യാപിച്ചു, മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിൽ ഇയാൾക്ക് വീണ്ടും കലിതുള്ളി. അയാൾ അടുത്ത ചോദ്യം, അശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടാവും. ഇത് കേട്ടപ്പോ ഹബീബ് ഇബ്നു സയ്യിദ് മുസൈലിമയെ പുച്ഛിച്ചു തള്ളി. ഹബീബ് പറഞ്ഞു, എന്താ മുസൈലിമ ലാ തസ്മഅ, നീ പറഞ്ഞ ഇത് കേൾക്കണില്ല എന്ന് പറഞ്ഞു. അടി കൊണ്ട് അവശനായി കിടക്കുകയാണ് ഹബീബ്, ഒരു രക്ഷയില്ല. പക്ഷെ പുച്ഛിച്ചു തള്ളി. ഇയാൾക്ക് വീണ്ടും ദേഷ്യം പിടിച്ചു. വീണ്ടും ഇതേ ചോദ്യം ആവർത്തിച്ചു, അശ്ഹദു അന്നീ റസൂലുള്ളാഹ്, മുസൈലിമയായ ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വീണ്ടും ഇതേ മറുപടി, എന്താ മുസൈലിമ ഇത് പറഞ്ഞ എനിക്ക് കേൾക്കണില്ല. പിന്നീട് അദ്ദേഹം കോപം കൊണ്ട് പറച്ച് കൂടെയുള്ള കിങ്കരന്മാരുടെ ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് വൃത്താകൃതിയിൽ
പച്ചയായ മാംസം വെട്ടിയെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നാണ്. പച്ചയായ മാംസം വെട്ടിയെടുത്തു. ഇതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. അഷ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇതേ മറുപടി വീണ്ടും ആവർത്തിച്ചു. തന്റെ ശരീരത്തിൽ നിന്ന് മുഴുവനും മാംസം, പച്ചയായ മാംസം ജീവനോടുകൂടി അടർത്തിയെടുത്ത് ശരീരത്തിന്റെ അവസാന സന്ദർഭത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകി തന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പോകുന്നത് വരെ ഷഹാദത്തിന് വേണ്ടി, തൗഹീദിന് വേണ്ടി അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നും റസൂലുള്ളാഹി മുഹമ്മദ് നബിയാണെന്നും മുസൈലിമ കള്ളനാണെന്നും ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് ഹബീബ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത്. ഈ വാർത്ത അറിഞ്ഞാണ് റസൂലുള്ളാഹി പറഞ്ഞത്, എന്റെ ഉമ്മത്തിലെ ഹബീബ് സ്വാഹിബ് യാസീനിൽ ഹബീബുൻ നജ്ജാറിനെ പോലെ എന്റെ ഉമ്മത്തിലെ ഹബീബ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു ആണെന്ന ആ കുടുംബത്തിന് വേണ്ടി റസൂൽ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിനുശേഷം റഹിമക്കുമുല്ലാഹു വഅഹ്ലി ബൈതിക്, ഈ കുടുംബത്തിന്, ഉമ്മമാരുടെ കുടുംബത്തിന് അള്ളാഹുവിന്റെ പ്രത്യേക രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് റസൂൽ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ, നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയവർ തൗഹീദ് സ്വീകരിച്ച കാരണത്താൽ അവർ നിർഭയരായിരുന്നു. അവർ ഒന്നിനെയും ഭയപ്പെട്ടിരുന്നില്ല. ദുനിയാവിലെ മുഴുവനും ജീവിതവും ഈ തുച്ഛമായ ജീവിതം ഒന്നുമല്ല എന്ന വിശ്വാസത്തോടുകൂടി തൗഹീദിനെ നെഞ്ചിലേറ്റി തന്റെ ജീവിതം മുഴുവനും ഹബീബ് ബിൻ സഈദിന്റെ ഈ വാർത്ത കേട്ടാണ് പിൽക്കാലഘട്ടത്തിൽ കവികൾ പാടിയത്. ഇന്ന് നമുക്ക് നോമ്പ് നോറ്റാൽ മതി, ഇന്ന് നോമ്പ് നോറ്റാൽ മതി, അതുപോലെ തന്നെ ഇന്ന് നിസ്കരിച്ചാൽ മതി, സക്കാത്ത് കൊടുത്താൽ മതി, ഹജ്ജ് ചെയ്താൽ മതി. എന്നാൽ അന്ന് ഹബീബ് ബിൻ സഈദ് കേവലം ഹജ്ജും നമസ്കാരവും നോമ്പും സക്കാത്തും മാത്രമായിരുന്നില്ല, തന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ദീനിനു വേണ്ടി സമർപ്പിച്ച, ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ച, തൗഹീദിന്റെ മാർഗത്തിൽ തന്റെ ജീവിതം മുഴുവനും, ശരീരം മുഴുവനും സമർപ്പിച്ച മഹാനായ സ്വഹാബിയായിരുന്നു ഹബീബ് ബിൻ സഈദ്. അതുകൊണ്ട് തന്നെ ആ സ്വഹാബത്തിൽ നിന്ന്, നമ്മുടെ പൂർവികരിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ട് തൗഹീദിന്റെ വടിയിൽ, ആദർശത്തിന്റെ വടിയിൽ ആരൊക്കെ വന്നാലും ഒരണുമണിത്തൂക്കം ആദർശത്തിന്റെ വടിയിൽ ഒരു വിട്ടുവീഴ്ചയും, അത് ഏതൊരുത്തം വന്നാലും വിട്ടുവീഴ്ച ഒരുക്കമല്ല എന്ന പ്രഖ്യാപനത്തോടുകൂടി തൗഹീദിന്റെ വഴിയിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ശിർക്കിനെ മുഴുവനും, ശിർക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രവർത്തനങ്ങളെയും മാറ്റി നിർത്തണം. അങ്ങനെ എങ്ങാനും ജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട് ശിർക്കിന്റെ ഏതെങ്കിലും വഴി കടന്നു വന്നാൽ നിങ്ങൾ ഇത്രകാലം ചെയ്തത് മുഴുവനും വ്യർത്ഥതയായി, ഒന്നുമല്ലാത്ത രൂപത്തിൽ അത് പൊട്ടിപ്പാളിസായി പോകുമെന്ന് റസൂലുള്ളാഹിനോട് പോലും പടച്ചറബ് പഠിപ്പിച്ചതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശ്രേഷ്ഠരായ ഉന്നതരായ അടിമകളിൽ നമ്മ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ഉജ്ജ്വലമായ കലിമയുച്ചരിച്ച് മരണപ്പെടുന്ന സത്യവിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിത് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട കുടുംബക്കാർ, നാട്ടുകാർ, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ, ഇസ്ലാമിനെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച് തെറ്റിദ്ധരിച്ച ആളുകൾ, അല്ലാഹു അവർക്ക് ഹിദായത്തിന്റെ വഴി കാണിച്ചു നൽകുമാറാകട്ടെ. പലസ്തീനിന്റെ മണ്ണിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, പെങ്ങന്മാർ, അല്ലാഹു അവർക്ക് പൂർണ്ണമായ സമാധാനം പ്രദാനം ചെയ്യട്ടെ. ആ നാടിന് റബ്ബ് വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.